പർവ്വതം കയറി ഇറങ്ങുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളതാണ്. അടുത്ത കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, സ്വാഗതം. വീട്ടു വിശേഷം. ഹലോ ഹലോ ഹലോ, ആരാണ്? ഹലോ, ഞാൻ കൈതമുക്കിൽ നിന്ന് മിനിയാണ് സംസാരിക്കുന്നത്. കൊടുക്കാമോ? ഉണ്ടല്ലോ, പറയൂ മിനി. ഹലോ, ഞാൻ കൈതമുക്കിൽ നിന്ന് മിനിയാണ്. മനസ്സിലായി. പിന്നെ എഴുത്തിനെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. പറയൂ. കാരണം ഈ പെണ്ണെഴുത്തെന്ന് പറഞ്ഞൊരു പ്രത്യേകതയായിട്ട് പറയുമല്ലോ, അത് സ്ത്രീകളൊരു രണ്ടാമതായിട്ട് കാണുന്നതുകൊണ്ടാണോ ഈ പെണ്ണെഴുത്ത്, അത് സ്ത്രീകൾ എഴുതുന്നതുകൊണ്ടാണോ ഈ പെണ്ണെഴുത്തുള്ളതിനെ കുറിച്ച് അറിയാനാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നെന്ന് മനസ്സിലായിട്ടില്ല. എന്റെ അനുഭവത്തില് ആണെഴുത്തിനേക്കാളും വളരെ ശക്തമായ പെണ്ണെഴുത്തും നമ്മൾ കാണുന്നുണ്ട്. അതെ അതെ അതെ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേക എന്തുകൊണ്ട് അത് പറയുന്നതെന്ന് അറിഞ്ഞൂടാ. സ്ത്രീകൾ എഴുതുന്നതിനെ കുറിച്ചാണോ അതോ സ്ത്രീകൾ എഴുതുന്നതിന് ശക്തി പോരാന്ന് വിചാരിച്ചിട്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്റെ അനുഭവത്തില് പല പല സ്ത്രീകളുടെ രചനകളും ആണെഴുത്തുകാരെക്കാൾ എത്രയോ ഉപരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ മഹത്തരമായിട്ടുള്ള അതെ അതെ രചനകൾ എത്രയോ നമ്മൾ കാണുന്നുണ്ട്. വളരെ നന്ദി, വളരെ സന്തോഷം. മാഡം, ആദ്യകാലത്ത് എഴുത്തിനെ പറ്റി ചോദിച്ചുകൊണ്ട് നമുക്ക് എഴുത്തിലേക്ക് വരാം. ചെറുകഥകളാണല്ലോ എഴുതിയിരുന്നത്. നിരന്തരം കുറെ കാലം എഴുതിയിരുന്നു, ഒരു ഗ്യാപ്പ് വരികയും ചെയ്യും. ഒരു ഗ്യാപ്പ് എന്റെ വിവാഹശേഷം ഞാൻ കുറച്ച് വർഷങ്ങൾ, ഒരു 3-4 വർഷങ്ങൾ എഴുത്തിൽ നിന്ന് വിട്ടുനിന്നു. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വല്ലപ്പോഴും ഒക്കെ എഴുതിയിരുന്നു. പിന്നെ എന്റെ ഭർത്താവിന്റെ മരണശേഷമാണ് ഞാൻ ഈ യാത്രകളൊക്കെ തുടങ്ങുന്നത്. അതിന്റെ ശേഷം ഒരു 10-12 വർഷമായിട്ടാണ് ഞാൻ കൂടുതൽ എഴുത്തിലേക്കും യാത്രയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുതും. പിന്നെ യാത്രയെ കുറിച്ചുള്ള വിവരണങ്ങൾ, കാര്യങ്ങൾ മറ്റുള്ളവർ അറിയാനും, പ്രത്യേകിച്ച് ആദ്യത്തെ ഈ യാത്രാ പുസ്തകം എഴുതുന്നത് 33 ദിവസത്തെ ചതുർധാമ ഹിമാലയ യാത്ര, കാശി അയോധ്യ തുടങ്ങിയിട്ട് ഗോമുഖ് വരെ പോകുന്ന ഒരു യാത്രയായിരുന്നു. അതിൽ എന്റെ ഏടത്തി കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ യാത്രയെ കുറിച്ച് പറയുമ്പോൾ പലരും പറയും ഇതൊന്നും എഴുതിക്കൂടെ. അങ്ങനെ പ്രത്യേകിച്ച് വയസ്സാവുമ്പോൾ അമ്മൂമ്മമാരൊക്കെ ചോദിക്കും ഇതിങ്ങനെ കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, നീ അതൊന്ന് പുസ്തകത്തിലാക്കിയാൽ ഇങ്ങനെ എത്ര പേർക്ക് ഇതിനെ കുറിച്ച് വായിക്കാൻ, എത്ര ക്ഷേത്രങ്ങൾ നീ പോയി. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാനത് എഴുതാൻ തുടങ്ങിയത്. പിന്നെ അവർ പുസ്തകമായി പൂർണ്ണ പ്രസിദ്ധീകരിച്ചു. അതിന്റെ ശേഷം പിന്നെ ഞാൻ നിരവധി യാത്രാ ലേഖനങ്ങൾ പല മാഗസിൻസിലും വീക്കിലീസിലും എഴുതിയിട്ടുണ്ട്. പിന്നെ 2 പുസ്തകം തുടർച്ചയായിട്ട് 2005 കാശി ചതുർധാമൻ വന്നു. പിന്നെ അതിന്റെ സെക്കൻഡ് എഡിഷൻ വന്നു. പിന്നെ 2005 അമർനാഥ് വന്നു, അതിന്റെ സെക്കൻഡ് എഡിഷൻ വന്നു. ഇപ്പൊ 2009 കൈലാസ പരിക്രമണം വന്നു. കഴിഞ്ഞ വർഷത്തെ പൂർണ്ണ പബ്ലിക്കേഷന്റെ ബെസ്റ്റ് സെല്ലറാണ് എന്റെ പുസ്തകം. വളരെയധികം വായനക്കാരുണ്ട്. പിന്നെ ഇഷ്ടപ്പെടുന്ന ദിവസം ഒരു 10-12 പേര് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ അറിയാത്ത എവിടേക്കോ ഉള്ള മനുഷ്യർ എന്റെ പുസ്തകം വായിച്ചു വെച്ച ഉടനെ വിളിക്കുകയാണ് ഞങ്ങളെന്ന് പറഞ്ഞത്. എനിക്കത് വല്ലാത്തൊരു എന്നാ പറഞ്ഞാൽ അവർ അതില് അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. അത് വല്ലാത്തൊരു അനുഭവമാണ്. എഴുത്തുകാരി ജന്മനാ ഒരു എഴുത്തുകാരിയാണല്ലോ, ബാല്യകാലം മുന്നേ എഴുത്തോട്. ആ എഴുത്തിന്റെ ഒരു യാത്രാ വിവരണത്തിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഞാൻ എന്റെ രചനകൾ. കാരണം എന്റെ കൂടെ ചെയ്യുന്ന സഹയാത്രികരെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങൾ, പിന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് കാണുന്ന ചില അനുഭവങ്ങൾ, ഇതെല്ലാം ഒരു ശരിക്കും മറ്റുള്ള രീതിയല്ലാതെ എന്റെ ചെറുകഥകളുടെ ഒരു ശൈലിയും അതിൻ്റെതായ ഒരു രീതി ഞാൻ അതില് എഴുത്തുകാരിയുടെ കണ്ണോടുകൂടിയാണ് എപ്പോഴും കാണുന്നത്. അപ്പൊ ഈ ഒരു എഴുത്തുകാരി ആയതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, നമ്മള് ഇന്ത്യയുടെ ഇനി കാണാത്ത സങ്കേതങ്ങൾ, ഹെറിറ്റേജ് ആയിട്ടുള്ള സങ്കേതങ്ങൾ കാണാത്ത ചുരുക്കം സ്ഥലങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ ഹെറിറ്റേജ് സൈറ്റിൽ യുനെസ്കോ ആൻഡ് പിന്നെ ആർക്കിയോളജിക്കൽ സൈറ്റ്സിന്റെ മിക്കവാറും ഇന്ത്യയിലെ എല്ലാ സൈറ്റും എനിക്ക് തീർന്നു. അതെല്ലാം ഞാൻ കണ്ടുകഴിഞ്ഞു. പിന്നെ സ്റ്റേറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, മണിപ്പൂർ, ഇങ്ങനെ ആ ബെൽറ്റിലുള്ള ചുരുക്കം സ്ഥലങ്ങളിൽ അതും ഞങ്ങളെ ട്രാവൽസ് സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ വേറെ എടുത്തിൽ പറയാനുള്ളത്, ഇന്ത്യൻ ബോർഡറുകളിൽ പോകുമ്പോൾ നമ്മൾ നത്തുല പാസ്, വാഗ ബോർഡർ, ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ലഡാക്കിലേക്കും ഒരു പോണം എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. തിരിച്ചു വരാം, ഇടവേളയാണ്. പരിപാടി തുടരുന്നു. ഞാൻ തൊട്ടു മുമ്പ് ചോദിക്കാൻ തുടങ്ങിയ കാര്യം, അപ്പോ അനവധി വളരെ ചുരുക്കം സ്ഥലങ്ങളെ ഉള്ളൂ സന്ദർശിക്കാൻ. അപ്പൊ കേരളത്തിൽ നിന്നാണ് പുറപ്പെട്ടത്, നമ്മുടെ കൊച്ചു കേരളം. അപ്പൊ ഒന്ന് നമ്മളെല്ലാ തരത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്.
പിന്നെ അങ്ങോട്ടങ്ങോട്ട് പോകും തോറും ഈ വൈവിധ്യം, നമ്മളെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് നമ്മുടെ ഇന്ത്യയെ കുറിച്ച് പറയുന്നത്. പല തരത്തിലുള്ള ആൾക്കാർ, പല സംസ്കാരം, ഒരു താരതമ്യം നടത്തി നോക്കിയാൽ ചില ആൾക്കാരൊക്കെ ചില സംസ്ഥാനങ്ങളിൽ, ചില പ്രദേശങ്ങളിലെ സംസ്കാരവും ആൾക്കാരും നമ്മുടെ മനസ്സിൽ തങ്ങി അങ്ങനെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് കാശ്മീരിൽ എനിക്ക് എടുത്തു പറയത്തക്ക ഒരു 2-3 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഞങ്ങൾ ഈ അമർനാഥ് യാത്രയിൽ പോകുമ്പോൾ നമ്മളിപ്പോ ഈ തീവ്രവാദം ആണ് അതിന്റെ പ്രധാന പ്രശ്നങ്ങൾ ആയിട്ട് എടുത്തു കാണിക്കാറ്. നമ്മൾ അമർനാഥ് യാത്രയില് അവിടെ പോയിട്ട് ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്നവരെ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ വേണോ അത് മുഴുവൻ ഒരുക്കി തരുന്ന അവിടുത്തെ നിഷ്കളങ്കരായ കാശ്മീരി മുസ്ലിംസാണ്. ടെന്റ് കെട്ടുന്ന സാധനങ്ങൾ തൊട്ട് കുതിര യാത്ര എല്ലാം A to Z അവരാണ് ചെയ്തു തരുന്നത്. അപ്പം എന്റെ കൂടെ വന്നിരുന്ന കാശ്മീരി ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോ അവരൊക്കെ ജീവിതം വളരെ കഷ്ടമാണ്. ഈ ഒരു 2 മാസക്കാലാണ് ശരിക്കും ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗമുള്ളൂ. കാരണം ടൂറിസ്റ്റുകൾ ഇപ്പോഴും എല്ലാം പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു ശരിയായി എന്നൊക്കെ പറഞ്ഞാലും വിദേശ ടൂറിസ്റ്റുകൾ ആരും ഇപ്പോഴും കാശ്മീരിലേക്ക് പോകുന്നില്ല. വളരെ സംശയത്തോടെ അതെ. അപ്പൊ അവർക്ക് വരുമാന മാർഗം വളരെ കുറവാണ്. അതുകൊണ്ട് അവന്റെ ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ അല്ലാതെ ഞാൻ ചില എന്റെ 1-2 ചെറുകഥകളിൽ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ശ്രീനഗറിൽ വന്നപ്പോ ഒരു ഡാൽ ലേക്കിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പൊ പണ്ട് ഡാൽ ലേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ബോട്ടുകൾ നിറഞ്ഞു നിന്നിട്ട് വളരെയധികം എന്താണ് ഷൈൻ ചെയ്ത് നിന്നിരുന്ന ഒരു കാലം. ഇപ്പൊ അതൊക്കെ നശിച്ച് ചിലതൊക്കെ പൊളിച്ചു വീഴ്ത്തുകയാണ്. അപ്പൊ അതിലൊരു അറ്റൻഡർ ആദ്യമൊന്നും ഇവര് നമ്മളുടെ അടുത്ത് ആദ്യമൊന്നും വളരെ പെട്ടെന്ന് മിങ്കിൾ ചെയ്യില്ല. ഇവർക്കൊരു വല്ലാത്തൊരു വിഷമമായിട്ടുള്ള മുഖം, ചിരിക്കുന്ന മുഖം നമുക്ക് കാണാനേ പറ്റില്ല അവിടെ. അങ്ങനെ ഞാൻ ഈ അറ്റൻഡറെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോ അദ്ദേഹമൊക്കെ പറഞ്ഞ കഥ കേട്ടാൽ നമ്മളൊക്കെ എത്ര നല്ല ജീവിത രീതിയും എന്തെല്ലാം സൗകര്യങ്ങളോടെയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നും. അവർക്ക് പറഞ്ഞ